ഈ വീഡിയോയിൽ SCERT ക്ലാസ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമന്റ്സായി രേഖപ്പെടുത്തുക. നമുക്ക് വേഗം തന്നെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. Pick out sentences related to the following pictures from the passage and write them in the space provided. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചാപ്റ്ററിലെ സെന്റൻസസ് എടുത്തെഴുതാനായിട്ടാണ്. ഫസ്റ്റ് പിക്ചർ നോക്കൂ, എന്താണ് നമ്മൾ കാണുന്നത്? ബുർജ് ഖലീഫയാണ് അല്ലേ? അപ്പൊ ബുർജ് ഖലീഫയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നറേറ്റർ കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് വേണം നമ്മൾ അവിടെ എഴുതാൻ. I was able to view the imposing Burj Khalifa, the tallest building in the world. അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ കാണാനുള്ള അവസരം എനിക്ക് കിട്ടി എന്ന് നമ്മുടെ നറേറ്റർ പറഞ്ഞ ആ സെന്റൻസ് ആണ് നമ്മൾ അവിടെ എഴുതിയത്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കൂ, എന്താണ് അതിൽ കാണുന്നത്? ഒരു ബോട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഈവനിങ് ടൈം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു ബോട്ട് റൈഡിനെ കുറിച്ച് നമ്മുടെ നറേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയുള്ള ബോട്ട് റൈഡ് ആണ്? ദുബായിൽ അദ്ദേഹം നടത്തിയ ബോട്ട് റൈഡിനെ കുറിച്ച്. അപ്പോൾ ആ സെന്റൻസ് വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്. A boat ride at Dubai late in the evening was a fascinating experience. Okay? ഇനി നോക്കൂ, മൂന്നാമത്തെ ചിത്രം. ഇതിലെന്താണ് കാണുന്നത്? സോളാർ പാനൽസ് ആണ് കാണുന്നത് അല്ലെ? അപ്പോൾ നമ്മളൊരു സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് നറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടിരുന്നു അല്ലെ? അപ്പൊ അത് വേണം, ആ ഭാഗത്തു നിന്നുള്ള ഒരു സെന്റൻസ് വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട്. എന്തായിരുന്നു ആ സോളാർ പവർ പ്ലാന്റിന്റെ പേര്? നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് ആയിരുന്നു അല്ലെ? അപ്പൊ നോക്കാം, ഇറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എന്ന് പറഞ്ഞിവിടെ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് is the largest single site solar power plant in the world, producing a stupendous 1.2 gigawatt of power. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞു പോയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. Sarah is guiding her friend Miri, who is not familiar with the locality, on how to reach her school. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സേറയെയും മിഴിയെയുമാണ്. ഇതിൽ മിഴിക്ക് ഈ ഒരു സ്ഥലം അത്ര പരിചയം പോരാ, അതുകൊണ്ട് തന്നെ മിഴിയുടെ സ്കൂളിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് അവൾക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മുടെ സേറയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സേറ അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്, എങ്ങനെയാണ് പോവേണ്ടത് സ്കൂളിലേക്ക് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഈ കോൺവെർസേഷനിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, മിഴി, hey Sarah, do you know how to get to my school, town model school? അപ്പോൾ മിഴി ചോദിക്കുകയാണ്, ഹേയ് സേറ, നിനക്കറിയുമോ എൻ്റെ സ്കൂളിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന്, ടൗൺ മോഡൽ സ്കൂളിലേക്ക് എങ്ങനെ എത്തുമെന്ന്? സേറ, you have never gone to the school from here, have you? അപ്പോൾ നീ ഇവിടുന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല ഇതുവരെ എന്നാണ് സേറ ചോദിക്കുന്നത്. മിഴി, never. How should I get there, on foot or taking a bus? അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുക? ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഇവിടുന്ന്. അപ്പൊ എങ്ങനെ എത്തും? നടന്നു പോകണോ അല്ലെങ്കിൽ ബസ്സിൽ പോകണമോ എന്ന് നമ്മുടെ മിഴി ചോദിക്കുകയാണ്. സേറ, why don't you walk? It's fun. നടന്നു പോയിക്കോളൂ എന്ന അർത്ഥത്തിൽ എന്തുകൊണ്ട് നടന്നു പോയിക്കൂടാ, അത് വളരെ രസകരമാണ് എന്നാണ് ഇവിടെ സേറ പറയുന്നത്. മിഴി, cool. So how do we get there? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞാൻ അവിടെ എത്തും? സേറ, all right, listen. ഓക്കെ, ശരി, നീ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. This lane joins beach road. അപ്പോൾ ഈ ഒരു ചെറിയ വഴി എന്താണ് ബീച്ച് റോഡുമായിട്ട് കൂട്ടിമുട്ടും. Walk along beach road till you come to the big green sign for തൂവൽ തീരം റോഡ്. അപ്പോൾ ഈ ബീച്ച് റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബീച്ച് റോഡിലൂടെ നീ മുന്നോട്ട് നടക്കുക. അവിടെ കുറെ അങ്ങ് എത്തിക്കഴിയുമ്പോൾ തൂവൽ തീരം റോഡ് എന്നുള്ള ഒരു ഗ്രീൻ സൈൻ ബോർഡ് നീ കാണും. അതിനുശേഷം തൂവൽ തീരം റോഡിലേക്ക് പ്രവേശിക്കുക. എവറിത്തിങ് ക്ലിയർ സോ ഫാർ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? മിഴി, ഗോട്ട് ഇറ്റ്. ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. അപ്പോൾ മിഴി എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സേറ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സേറ, എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters. അപ്പോൾ ഈ തൂവൽ തീരം റോഡില് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് തിരിയുക. അതിനുശേഷം 200 meters കൂടി നടക്കുക. Then turn left again onto അംഗൻവാടി റോഡ്. അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അംഗൻവാടി റോഡിലേക്ക് കയറുക. മിഴി, റൈറ്റ്. വാട്ട് നെക്സ്റ്റ്? ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. ഇനി എന്താണ് വേണ്ടത്? സേറ, walk past the post office and the park. പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ പാർക്കും ഒക്കെ കടന്ന് വീണ്ടും നടക്കുക. ഇറ്റ്സ് എ നൈസ് stroll. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു നടത്തമാണ്. മിഴി, that's wonderful. What
comes after that? Okay, ഇത് നല്ല രസമുണ്ട്. എന്നിട്ട് അവിടെ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞ് എന്താണ് വരുന്നത്? Sarah, turn left onto railway station road. ഇതിന് ശേഷം എന്ത് ചെയ്യുക? റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് കയറുക. Keep going straight. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ എന്താണ് നേരെ നടക്കുക. After about 150 meters, you will see your school on the left. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ ഒരു 150 മീറ്റർ അങ്ങനെ പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നിനക്ക് നിന്റെ സ്കൂൾ കാണാൻ സാധിക്കും. യു വോണ്ട് മിസ് ഇറ്റ്. നിനക്കത് കാണാതെ പോവില്ല. There is an ice cream shop across the road. എന്താണ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് സ്കൂളിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്കൂളിന് നേരെ എന്താണുള്ളത്? ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. മിഡി താങ്ക്സ് ഓഫുള്ളി. എന്താണ്? വളരെ നന്ദി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓഫുള്ളി ഇവിടെ വെരി എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ വിൽ ഹാവ് എ ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ബൈ എന്ന് പറഞ്ഞ് നമ്മുടെ മിഡി പോവുകയാണ്. വേ ടു മൈ സ്കൂൾ. അപ്പൊ ഇപ്പോ സേറ മിഴിക്ക് പറഞ്ഞു കൊടുത്ത ആ വഴിയാണ് ഇവിടെ എന്ത് ചെയ്തത്? ഒരു മാപ്പായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് നോക്കിക്കോളൂ, എങ്ങനെയാണ് സേറ പറഞ്ഞു കൊടുത്തത് മിഴിയോട്. അതുപോലെ തന്നെ ടേണിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, റൈറ്റിലേക്ക് തിരിയുന്ന സ്ഥലങ്ങളുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, let us read the following instructions. അപ്പോൾ മുൻപ് സേറ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ എഴുതി വെക്കുവാണ്, ഒരു പാരഗ്രാഫ് ആയിട്ട്. To reach Town Model School, go straight along Beach Road for 50 meters. അപ്പോൾ ടൗൺ മോഡൽ സ്കൂളിൽ എത്തുന്നതിന് വേണ്ടി ബീച്ച് റോഡിൽ 50 മീറ്റേഴ്സ് നടക്കുക. You can spot a big green signboard indicating തൂവൽ തീരം റോഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാം? തൂവൽ തീരം റോഡ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രീൻ സൈൻ ബോർഡ് നിങ്ങൾ കാണും. Go 200 meters along തൂവൽ തീരം റോഡ്. അങ്ങനെ തൂവൽ തീരം റോഡിലേക്ക് പ്രവേശിക്കുക. എന്നിട്ടൊരു 200 മീറ്റേഴ്സ് തൂവൽ തീരം റോഡിൽ നടക്കുക. And take a left turn to അംഗൻവാടി റോഡ്. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് അംഗൻവാടി റോഡിലേക്ക് പ്രവേശിക്കുക. Continue walking past the post office and the park. എന്നിട്ട് എന്താണ്? പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ പാർക്കും ഒക്കെ കടന്ന് വീണ്ടും മുന്നോട്ട് നടക്കുക. Take the first left turn onto railway station road. ഇനി വരുന്ന ആദ്യത്തെ ഇടത്തേക്കുള്ള തിരിവ് എന്താണ്? തിരിവിലൂടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പ്രവേശിക്കാനാണ് പറഞ്ഞത്. Walk straight ahead for 150 meters. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒരു 150 മീറ്റർ കൂടെ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക. യു വിൽ ഫൈൻഡ് ദ സ്കൂൾ ഓൺ യുവർ ലെഫ്റ്റ്. നിങ്ങളുടെ ഇടത് സൈഡിലായിട്ട് നിങ്ങളുടെ സ്കൂൾ നിങ്ങൾ കാണും. യു വോണ്ട് മിസ് ഇറ്റ് ഇഫ് യു നോട്ടീസ് ദി ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. അപ്പോൾ സ്കൂൾ എന്താണ്? റോഡിന്റെ മറുവശത്തുള്ള ഐസ്ക്രീം ഷോപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ എന്തായാലും കാണാതെ പോവില്ല എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ഇനി നോക്കൂ, take your pencil, crayons and paper. Let us draw a map connecting your home to your school. Show landmarks on the way like a park, a supermarket, a bank, an Akshaya Kendra and a post office. Let us name the roads too. Use all the bright crayons you have to make the map colorful. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മുൻപ് ഒരു ചിത്രം കണ്ടു അല്ലേ? എന്താണ്? ഒരു മാപ്പിന്റെ ചിത്രം കണ്ടു. അപ്പോൾ ടൗൺ മോഡൽ സ്കൂളിലേക്കുള്ള വഴി കൊടുത്തിരിക്കുന്ന ഒരു മാപ്പ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴി ചിത്രീകരിക്കുന്ന ഒരു മാപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്രയോൺസും പെൻസിൽസും അങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങളോടൊരു മാപ്പ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മാപ്പിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ നേരത്തെ കണ്ടു അല്ലേ? എന്താണ്? ഇൻസ്ട്രക്ഷൻസ് കണ്ടു. എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് നേരെ പോകണം, അതൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കണ്ടു. അപ്പൊ നമ്മളോടും പറഞ്ഞത് മാപ്പ് വരയ്ക്കുക, അതിന്റെ കൂടെ എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. You may consider some of these directions. അപ്പൊ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന, നമുക്ക് ഈ ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് എന്താണ് സെന്റൻസുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. Go along the street until you reach the traffic lights. അപ്പോൾ ട്രാഫിക് ലൈറ്റ്സ് എത്തുന്നത് വരെ എന്ത് ചെയ്യുക? സ്ട്രീറ്റില് വഴിയിലൂടെ നേരെ പോവുക. You will see a bank on the left. എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് സൈഡില്, ഇടത് സൈഡിൽ നിങ്ങളൊരു ബാങ്ക് കാണും. It's about 2 kilometers from here. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ആവശ്യം വരും അല്ലെ?
വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി, നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് നമുക്കും ഇതൊക്കെ എന്ത് ചെയ്യും, ഉപയോഗിക്കേണ്ടി വരും അല്ലെ. നമ്മൾ പോകുന്ന വഴിയിലും ചിലപ്പോൾ എന്തുണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ ഒരു ബാങ്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ നമ്മുടെ വഴിയിൽ എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എഴുതണം. അപ്പൊ അത് എഴുതാൻ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട്. ഓക്കെ, ഗോ along this road, ഈ വഴിയിലൂടെ തന്നെ നേരെ പോവുക. ഗോ സ്ട്രെയിറ്റ് ഓൺ ഓർ എഹെഡ്, അപ്പൊ നമ്മൾ ഈ വഴി കൂടെ തന്നെ പോവുക. മിസ് ദ ഫസ്റ്റ് 2 turns, ആദ്യത്തെ 2 തിരിവുകൾ ഒഴിവാക്കുക. അറ്റ് ദ റൗണ്ട് അബൌട്ട് ടേക്ക് ദ ഫസ്റ്റ് എക്സിറ്റ്. റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ജംഗ്ഷൻ തന്നെയാണെങ്കിലും അതിന് നടുക്കൊരു സർക്കിൾ ഉണ്ടാവും, നടുക്കൊരു വട്ടവും, ആ വട്ടത്തിലേക്ക് പല വഴികൾ ഇങ്ങനെ വന്നു ചേരുന്ന പോലെയുള്ള ഒന്നാണ് എന്ത്, റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൗണ്ട് അബൌട്ടിൽ ആദ്യത്തെ എക്സിറ്റ് എടുക്കുക, ചൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ടേൺ ലെഫ്റ്റ് അറ്റ് ക്രോസ് റോഡ്സ്. ഇനി പറഞ്ഞതോ ക്രോസ് റോഡ്സിൽ. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വഴികൾ കൂട്ടിച്ചേരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ 2 വഴികളെ കൂടിച്ചേരുന്നുള്ളൂ. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2-ലധികം വഴികൾ, അതായത് 3ഓ 4ഓ ഒക്കെ വഴികൾ എന്താവും അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ക്രോസ് റോഡ്സിൽ 2 വഴികളാണ് വന്നിട്ടുണ്ടാവുക. അപ്പോ ക്രോസ് റോഡ്സിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇടത്തോട്ട് തിരിയുക. ടേക്ക് ദ സെക്കൻഡ് റൈറ്റ്. എന്താണ് പറഞ്ഞേക്കുന്നത്, രണ്ടാമത് വരുന്ന വലത്തോട്ടുള്ള തിരിവ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ യുവർ ലെഫ്റ്റ്, അത് നിങ്ങളുടെ ഇടതുവശത്താണ്. ടേൺ റൈറ്റ്, വലത്തോട്ട് തിരിയുക. യു വിൽ സീ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങൾക്കത് നിങ്ങളുടെ മുൻപിൽ കാണാൻ കഴിയും. ഇറ്റ്സ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദ റോഡ്, അത് റോഡിന്റെ മറുവശത്താണ്. കീപ് വാക്കിംഗ് ബിയോണ്ട് ദ പാർക്ക് എന്ന് പറഞ്ഞാലോ, പാർക്ക് കഴിഞ്ഞ് പിന്നെയും നടക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നമുക്കും നമ്മൾ എഴുതുന്ന സമയത്ത് വേണ്ടി വരും അല്ലെ. ചിലപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് പിന്നെയും നടന്നാലായിരിക്കും നമ്മുടെ സ്കൂളിലേക്ക് എത്തുക. വൺസ് യു റീച്ച് ദ ജംഗ്ഷൻ ടേൺ റൈറ്റ്. നിങ്ങൾ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുക, വലത്തോട്ട് ടേൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എഴുതുന്ന സമയത്തും യൂസ് ചെയ്യാം. ഇനി നോക്കൂ, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഈ മോഡലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടെ നിങ്ങൾക്കൊരു മോഡലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്കൂൾ കാണാം, അതുപോലെ തന്നെ ഹോം കാണാം, പിന്നെ 2 വഴികളുണ്ട്, 2 പ്രധാന വഴികൾ, പിന്നെ ഒരു ചെറിയ വഴിയും കാണാം. പിന്നെ പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, അക്ഷയ സെന്റർ, സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് എങ്ങനെയാണ് ഡയറക്ഷൻസ് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. To reach ABC High School, turn right from the gate and proceed through the Anganwadi road. അപ്പോൾ ABC സ്കൂളിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഗേറ്റിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ വഴിയിലൂടെ നേരെ നടക്കുക. ആ വഴിയുടെ പേരെന്താ, അംഗൻവാടി റോഡ്. ഇനിയോ അറ്റ് ദ ജംഗ്ഷൻ ടേൺ ലെഫ്റ്റ്. അപ്പോൾ അംഗൻവാടി റോഡിൽ നിന്ന് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. ഗോ സ്ട്രെയിറ്റ് ഫോർ 150 meters. ആ വഴിയിലൂടെ 150 meters മുന്നോട്ട് പോവുക. ഓൺ റീച്ചിങ് ദ മെയിൻ ജംഗ്ഷൻ ടേൺ റൈറ്റ് ആൻഡ് എൻ്റർ ദി അക്ഷയ റോഡ്. അപ്പോൾ മെയിൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് അക്ഷയ റോഡിലേക്ക് കടക്കുക. ഇൻ 10 meters there's a സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഈ അക്ഷയ റോഡിൽ ഒരു 10 meter നടക്കുമ്പോൾ അവിടെ എന്തുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ തന്നെ. Walk straight and you will see the Akshaya Center on the right side in another 50 meters. Okay, ഇനി വീണ്ടും ഒരു 50 meter കൂടി നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ അക്ഷയ സെന്ററും കാണും. Go straight until you reach the next junction. അപ്പോൾ അടുത്ത ജംഗ്ഷൻ വരെ ഇതുപോലെ തന്നെ ഈ വഴിയിലൂടെ നേരെ നടക്കുക. Turn left from the junction and walk along the school road. ഈ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിഞ്ഞ് ഏത് റോഡിലേക്ക് കയറുക, സ്കൂൾ റോഡിലേക്ക് കയറുക. ഇനിയോ യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ സ്കൂൾ റോഡിലേക്ക് കയറി കഴിഞ്ഞ് ആ വഴിയിലൂടെ നടക്കുക. യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്ക് കാണാൻ സാധിക്കും. ആൻഡ് കീപ് വാക്കിംഗ് ബിയോണ്ട് ദ ബാങ്ക്. അപ്പോൾ ബാങ്ക് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് നടക്കുക. ഇൻ 100 meters you will find the post office on the left side. അപ്പോൾ ബാങ്ക് കഴിഞ്ഞ് പിന്നെയും നടക്കുമ്പോൾ ഒരു 100 meters അപ്പുറമായിട്ട് നിങ്ങൾ എന്ത് കാണും, നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. ഗോ ahead for 2 minutes. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് എത്തിക്കഴിഞ്ഞ് വീണ്ടും ഒരു 2 minute കൂടെ മുന്നോട്ട് നടക്കുക. The next right turn leads to the school gate. ഇനി വരുന്ന റൈറ്റ് ടേൺ, വലത്തോട്ടുള്ള തിരിവ് എന്താണ്, സ്കൂൾ ഗേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്ത്. അപ്പം
ഓരോരുത്തരുടെ സ്കൂളും വീടും തമ്മിലുള്ള വഴിയൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണും ഒക്കെ എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് വരച്ചു നോക്കി, വരച്ചതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഓക്കെ. Third activity, your friend Neshwa Mariam from UAE decided to visit your home in Kerala. അപ്പോൾ UAEയിൽ നിന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട് നെഷ്വ മറിയം കേരളത്തിലുള്ള നിങ്ങളെ കാണാനായിട്ട് എന്താണ് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. Here is the boarding pass of Neshwa Mariam who arrived at Cochin International Airport from Dubai International Airport. അപ്പോൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള നഷ്വയുടെ ബോർഡിംഗ് പാസ് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാണാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചെക്ക് ഇൻ, നമ്മുടെ എന്താണ് ഡോക്യുമെന്റ്സും, നമ്മുടെ ID ഡോക്യുമെന്റ്സും, നമ്മുടെ ടിക്കറ്റ്സും ഒക്കെ അവർ ചെക്ക് ചെയ്ത് അത് എന്താണ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴാണ് നമുക്ക് അവർ എന്ത് തരിക, ബോർഡിംഗ് പാസ് തരിക. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എയർക്രാഫ്റ്റിൽ നമ്മുടെ എയർപ്ലെയിനിൽ കയറി സഞ്ചരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ ഒക്കെ എന്താണ് ഒരു യാത്രയ്ക്ക് വേണ്ടി കയറുന്നതിനെ പൊതുവെ പറയുന്നതാണ് ബോർഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോർഡിങ്ങിന് വേണ്ടിയുള്ള നമ്മളെ ഇപ്പോൾ എന്താണ് എയർപോർട്ടിന്റെ കേസ് വരുമ്പോൾ എന്താണ് എയർപ്ലെയിനിൽ കയറുന്നതിന് വേണ്ടിയുള്ള പാസ് ആണ് എന്ത് ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ബോർഡിംഗ് പാസ് ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് യു ക്യാൻ സീ ദ പാസഞ്ചേഴ്സ് നെയിം, ബോർഡിംഗ് എയർപോർട്ട്, ഡെസ്റ്റിനേഷൻ, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പാസഞ്ചറുടെ നെയിം കാണാം, എന്താണ് നെഷ്വ മറിയം എന്ന് കാണാം. ദെൻ ബോർഡിംഗ് എയർപോർട്ട് കാണാം. ഓക്കെ, ബോർഡിംഗ് എയർപോർട്ട് ഏതാണ്, ദുബായ് ആണ്. ദെൻ ഡെസ്റ്റിനേഷൻ കാണാം, എവിടേക്കാണ് പോകുന്നത്, കൊച്ചിക്കാണ് പോകുന്നത്. ഫ്ലൈറ്റ് നമ്പർ ഉണ്ട് AB 123. ദെൻ സീറ്റ് നമ്പർ 123A ആൻഡ് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ. ഓക്കെ, ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ A1 എന്നിവിടെ കാണാം അല്ലെ. എ പാസഞ്ചർ കനോട്ട് എൻ്റർ എ ഫ്ലൈറ്റ് വിത്തൗട്ട് ദ ബോർഡിംഗ് പാസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ബോർഡിംഗ് പാസ് ഇല്ലാതെ എന്താണ് ഒരാൾക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചെക്ക് ഇൻ ടൈമിലാണ് നമുക്ക് ബോർഡിംഗ് പാസ് അവർ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്ത് അനുവദിച്ച് തരിക. ഇപ്പോഴൊക്കെ നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് PDF ആയിട്ട് ഈ ബോർഡിംഗ് പാസും കിട്ടാറുണ്ട്. പൊതുവെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പോഴാ ചെക്ക് ഇൻ കഴിഞ്ഞ സമയത്താണ് അവരത് തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ബോർഡിംഗ് പാസിനെ ബേസ് ചെയ്തിട്ട് അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാനാണ് നമുക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ലാൻഡിംഗ് നെഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്, ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നെഷ്വയ്ക്ക് ഒരു ഫോം കിട്ടി. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ നമ്മൾ അവളെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദി എൻട്രീസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ബോർഡിംഗ് പാസിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നോക്കി എഴുതിക്കോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം എന്നാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. All passengers coming to India are required to fill up this pro form and submit it at the travelers counter at the exit. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ പാസഞ്ചേഴ്സും എന്താണ് ഈ ഫോം ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ എക്സിറ്റിന്റെ അവിടെയുള്ള ട്രാവലേഴ്സ് കൗണ്ടറിൽ ഇത് ഏൽപ്പിക്കുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അവർ ചോദിക്കുന്നത്. ഒന്നാമത് വന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. നെയിം ഓഫ് ദ പാസഞ്ചർ, അത് നമുക്ക് ആ ബോർഡിംഗ് പാസിൽ കാണാം അല്ലെ, എന്താണ് നെഷ്വ മറിയം എന്നായിരുന്നു. ദെൻ ഫ്ലൈറ്റ് നമ്പർ ഉണ്ടായിരുന്നു AB 123. ദെൻ സീറ്റ് നമ്പർ 123A ഉണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് അറൈവൽ നമ്മൾ അവിടെ കണ്ടതാണ്, 24 ഓഗസ്റ്റ് 2023 ആണ്. ദെൻ പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി ദുബായ് എന്നല്ല വരുന്നത്. ഓക്കെ, ദെൻ പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, കൊച്ചിയാണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. അപ്പൊ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നേ, ഈ എല്ലാ യാത്രക്കാർക്കും എന്താണ് ഒരു കോണ്ടാക്ട് അഡ്രസ്സ്, അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നെഷ്വ വരുന്നത് എവിടുന്ന, UAE എന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ UAE എന്ന് വന്ന ആള് ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തായിരിക്കും താമസിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൗസ് നമ്പർ, നിങ്ങളുടെ വീടിന്റെ ഹൗസ് നമ്പർ കൊടുത്തോളുക. പിന്നെ സ്ട്രീറ്റ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആ ഒരു വഴി ഉണ്ടാവുമല്ലോ, അതിന്റെ പേര് കൊടുത്തോളുക. ദെൻ വില്ലേജ് ഏതാണോ അത് കൊടുക്കുക. തെഹസിൽ എന്ന് പറഞ്ഞാൽ എന്താ, താലൂക്ക് തന്നെയാണ്, താലൂക്ക് കൊടുക്കുക. ദെൻ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, പിന്നെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക.
ഇനി ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days, അത് ആരുടേതാണ്? നഷ്വയുടെ തന്നെയാണ് കേട്ടോ. അപ്പൊ നഷ്വ അവസാന 28 ദിവസം സഞ്ചരിച്ച ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത് അതിന്റെ പേര് കൊടുക്കാനാണ്. അപ്പൊ UAE എന്ന് വന്ന ആളാണ്, അപ്പൊ UAE മാത്രം കൊടുക്കാം. ഇനി നോക്കൂ, ആർ യു സഫറിംഗ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്, ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫീവർ ഉണ്ടോ, കഫ് ഉണ്ടോ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടോ, അതെന്താണ്, പനിയുണ്ടോ, അതുപോലെ തന്നെ ചുമയുണ്ടോ, പിന്നെ എന്താണ് ശ്വാസതടസ്സം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പോൾ ആക്ടിവിറ്റി 4ലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആക്ടിവിറ്റി 4 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ താഴെ കൊടുക്കുന്ന സെന്റൻസിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള, അതായത് ചെരിച്ചെഴുതിയിട്ടുള്ള വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. The sea had the same serene appearance everywhere. One experiences a kind of heavenly bliss at these quiet beaches. നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ കണ്ട ഭാഗങ്ങൾ തന്നെയാണ് അല്ലേ? എന്താണ്? ഈ കടലിന് എന്താണ് കണ്ട സ്ഥലങ്ങളിലെല്ലാം വളരെ ശാന്തമായിട്ടുള്ള അപ്പിയറൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ശാന്തമായ ബീച്ചുകളിലെല്ലാം ഒരാൾക്ക് സ്വർഗീയമായ ഒരു സന്തോഷമാണ് തോന്നുക. ഇതൊക്കെ നമ്മുടെ നെറേറ്റർ പറഞ്ഞതാണ്. സെക്കൻഡ് വൺ നോക്കൂ, I was able to view the imposing Burj Khalifa, the tallest building in the world. അപ്പോൾ എന്താണ്, ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അത്രയും ഇംപ്രസീവ് ആയിട്ടുള്ള ബുർജ് ഖലീഫ കാണാൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ കാണാൻ എനിക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ആ ഇറ്റാലിക്സിലുള്ള വേർഡ്സ് ഒന്ന് നോക്കൂ, സിറീൻ, അതുപോലെ തന്നെ ഇമ്പോസിങ്. ഈ വേർഡ്സ് എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ? എന്തിനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ഒരു കേസ് നോക്കുവാണെങ്കിൽ അപ്പിയറൻസിനെ, എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്, അതാണെന്ത് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പിയറൻസിനെ വിശേഷിപ്പിക്കാൻ, അപ്പിയറൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആ ഒരു വേർഡ് ഉപയോഗിച്ചത്. ഇനി സെക്കൻഡ് കേസ് നോക്കൂ, ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയെ വിശേഷിപ്പിക്കാനാണ്, ബുർജ് ഖലീഫ എന്ന കെട്ടിടത്തെ വിശേഷിപ്പിക്കാനാണ് ഇമ്പോസിംഗ് എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. Some words are used to describe people, places and things. They describe how people, places or things look like, taste, smell or feel. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ആളുകളെയും സ്ഥലങ്ങളെയും അതുപോലെ തന്നെ വസ്തുക്കളെയും ഒക്കെ എന്താണ് വിശേഷിപ്പിക്കാനായിട്ട്, അവരെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. അവരെങ്ങനെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു വസ്തുക്കളാണെങ്കിൽ അതെങ്ങനെ ഉണ്ട്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കളർ എന്താണ്, അതെങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ എന്താണ് പ്രത്യേകതകൾ പറയാനുള്ള കുറേ വേർഡ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ്സ് ആർ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസ് ആൻഡ് ഒബ്ജക്ട്സ്. അപ്പോൾ വസ്തുക്കളെയോ സാധനങ്ങളെയോ സ്ഥലങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുക, അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അഡ്ജക്റ്റീവ്സ് ഇവിടെ തന്നിട്ടുണ്ട്. Write a description about a place you have recently visited using some of these words. അപ്പോൾ നമുക്കിവര് ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് ഒക്കെ എന്ത് തന്നെയാണ്, അഡ്ജക്റ്റീവ്സ് തന്നെയാണ് കേട്ടോ. അതായത് വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു ട്രാവൽ റൈറ്റിംഗ് എഴുതണം. അതായത് നിങ്ങൾ ഈ അടുത്തിടെ സന്ദർശിച്ച അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത, എന്താണ് ടൂറൊക്കെ പോയിട്ടുണ്ടാവൂലേ, അപ്പോൾ അങ്ങനെയൊക്കെ പോയ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതണം. അതിനകത്ത് ഈ വേർഡ്സിൽ നിങ്ങൾക്ക് പറ്റിയതെന്ന് തോന്നുന്ന, നിങ്ങൾ പോയ സ്ഥലവുമായിട്ട് എന്താണ് സ്യൂട്ട് ആവുന്ന, അതിന് ചേരുന്ന കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യാം, ഉപയോഗിക്കുകയും വേണം. അപ്പൊ ഏതൊക്കെ വേർഡ്സ് നമുക്ക് ഇവിടെ തന്നെന്ന് നോക്കിക്കുക. അതിന് വേർഡ് മീനിങ്സ് ഒന്ന് നോക്കിക്കോളൂ വേഗം. ബ്യൂട്ടിഫുൾ തന്നിട്ടുണ്ട്. എന്താണ് ബ്യൂട്ടിഫുൾ? മനോഹരമായിട്ട് ഉള്ള ഒരു കാര്യത്തെ പറയാനാണ്. ദെൻ പ്രിറ്റി, ആകർഷകമായ, അത് മനോഹരം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ദെൻ ക്വയറ്റ്, നിശബ്ദമായ എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ടുള്ള. ബിസി, തിരക്കുള്ള. പീസ്ഫുൾ, ശാന്തമായ. നോയ്സി, എന്താ ബഹളം നിറഞ്ഞ. ക്രൗഡഡ് എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിയ. എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, ശൂന്യമായ. കളർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കളേഴ്സും ഉള്ള, വർണ്ണാഭമായ. ലൈവ്ലി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ലൈഫ്, അതായത് ഇങ്ങനെ എന്താണ് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ്. ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ, എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു കാര്യം കണ്ടിട്ട് വലിയ അത്ഭുതമായി പോയെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേട്ടോ. ദെൻ സേഫ്, സുരക്ഷിതമായിട്ടുള്ള. ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ബിസി ആക്ടിവിറ്റി, എല്ലാവരും ഇങ്ങനെ എന്താണ് ഓരോ തിരക്കുകളിലും അല്ലെങ്കിൽ ആക്ടിവിറ്റികളിലും ഒക്കെ ഏർപ്പെട്ട് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെയൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ദെൻ വൈബ്രന്റ് എന്താ, അതും ഇതുപോലെ തന്നെ ഊർജ്ജസ്വലമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ
സംഗതികളെയൊക്കെ സൂചിപ്പിക്കും. ഡേഞ്ചറസോ അപകടകരം. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗ്രാസിനും അതുപോലെ തന്നെ ചെടിയൊക്കെയുള്ള ഗ്രീൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിന്റെ എന്താണ് പച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിക്കോളൂ, നമ്മളോട് പറഞ്ഞ എന്താണ്, ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം അല്ലെ? നമ്മൾ പോയ സ്ഥലം ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സെന്റൻസുകൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് എങ്ങനെ ഈ വേർഡ്സിനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ബ്യൂട്ടിഫുൾ എന്താണ്? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എന്താണ്? അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താണ്? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ബ്യൂട്ടിഫുളിനെ ഉപയോഗിക്കാം. ഇനി വേറെ ഏതാണ് നോക്കുക. ദ ഷോപ്പ് കീപ്പർ വാസ് ബിസി. അപ്പൊ നമ്മളിപ്പോ എവിടെയോ സ്ഥലങ്ങൾ കാണാൻ പോയിട്ട് നമ്മൾ ഏതോ ഷോപ്പിങ്ങിന് പോയി. അപ്പൊ ആ സമയത്ത് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്? കടയിലെ ആൾ എന്താണ്? ഭയങ്കര ബിസിയാണ്. ദ ഷോപ്പ് കീപ്പർ വാസ് ബിസി. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? ആ ഷോപ്പ് കീപ്പറിനെയാണ് ഈ ബിസി എന്ന വാക്ക് എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ കേസിലോ എക്സ്പീരിയൻസിനെ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുകയായിരുന്നു. ഇനി വേറെയും ഉണ്ടല്ലേ, നോക്കുക. കളർഫുൾ. ദ ഗാർഡൻ ലുക്ഡ് കളർഫുൾ. അപ്പൊ ഗാർഡൻ എന്താണ്? അത് വളരെയധികം കളേഴ്സ് ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ദെൻ ദ മാർക്കറ്റ് വാസ് ലൈവ്ലി. അപ്പൊ നമ്മളൊരു എന്താണ്? മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ എന്താണ്? പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്, അത് വാങ്ങുന്നവരുണ്ട്, പിന്നെ വില പേശുന്നവരുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലാണ്. അപ്പൊ അതെന്താണ്? വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഫുൾ ഓഫ് ലൈഫ് ഉള്ള സ്ഥലമാണ്. അത് നമ്മൾ ദ മാർക്കറ്റ് വാസ് ലൈവ്ലി എന്ന് പറഞ്ഞു. അപ്പൊ മാർക്കറ്റിനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തത് ലൈവ്ലി എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് നോക്കാം, നമുക്കൊരു യാത്രയെ പറ്റി എഴുതാം ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. മൈസൂർ ട്രിപ്പ്. അപ്പം ഞങ്ങളുടെ മൈസൂർ യാത്ര. ലാസ്റ്റ് മന്ത് ഐ വെന്റ് ടു മൈസൂർ ഫോർ 2-day ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഫാമിലി മൊത്ത് എന്താണ്? ഒരു 2 ദിവസത്തെ ട്രിപ്പിന് മൈസൂർ പോയിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് അവർ ലോങ് ചെറിഷ്ഡ് ഡ്രീംസ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിഷ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കില്ലേ, അങ്ങനത്തെ കാര്യങ്ങളെയാണ് ചെറിഷ്ഡ് എന്ന് പറഞ്ഞ വേർഡ് സൂചിപ്പിക്കുക. വി സ്റ്റാർട്ടഡ് അവർ ജേർണി ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. മൈസൂർ ഈസ് എ പ്ലേസ് ഫേമസ് ഫോർ സെവറൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. അപ്പൊ മൈസൂർ എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് എന്താണ്? വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുള്ള ഒരിടമാണ്. റീച്ചിങ് മൈസൂർ വി വെന്റ് ടു വിസിറ്റ് ദ മൈസൂർ പാലസ്. അപ്പോൾ മൈസൂർ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മൈസൂർ പാലസ് കാണാനായിട്ട് പോയി. ഈവൻ ഇൻ ദ മോർണിംഗ് അവേഴ്സ് ദ സറൗണ്ടിങ്സ് വെയർ ക്രൗഡഡ്. അപ്പോൾ രാവിലത്തെ ആ മണിക്കൂറുകളിൽ പോലും എന്താണ്? ഈ പാലസിന്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു? ക്രൗഡഡ് ആയിരുന്നു. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടൊരു വാക്ക് വന്നു അല്ലേ? The sights from palace were breathtaking. അപ്പോൾ പാലസിന്റെ എന്താണ്? പാലസിൽ നിന്നുള്ള കാഴ്ചകൾ എന്തായിരുന്നു? അത്ഭുതകരമായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും ഒരു വേർഡ് ഉപയോഗിച്ചു, ബ്രെത്ത് ടേക്കിംഗ്. ദി ഇന്റീരിയർ ഓഫ് ദ പാലസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പാലസിന്റെ ഇന്റീരിയർ പാലസിന്റെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ മനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ നമ്മൾ അടുത്ത വേർഡ് ഉപയോഗിച്ചേ. എ നമ്പർ ഓഫ് റോയൽ ഒബ്ജക്ട്സ് വേ ഡിസ്പ്ലേഡ് ദെയർ. അപ്പൊ പാലസിൽ ഇങ്ങനെ പലതരത്തിലുള്ള രാജകീയമായിട്ടുള്ള വസ്തുക്കളൊക്കെ എന്താണ്? ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ ദാറ്റ് ഡേ വി വിസിറ്റഡ് ദ ബൃന്ദാവൻ ഗാർഡൻസ്. അപ്പോൾ അന്ന് തന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബൃന്ദാവൻ ഗാർഡൻസിൽ പോയി. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വാക്കിംഗ് ത്രൂ ദ ഗാർഡൻസ്. ഗാർഡൻസിലൂടെ ഒത്തിരി സമയം ഞങ്ങൾ ഇങ്ങനെ നടന്ന് ചിലവഴിച്ചു. ദ ഗാർഡൻ വാസ് ലൈവ്ലി ആൻഡ് ബസ്ലിംഗ് വിത്ത് പീപ്പിൾ. ഗാർഡൻ എന്താണ്? ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്ലിംഗ് ആൻഡ് ലൈവ്ലി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഊർജ്ജസ്വലമായിരുന്നു, ഫുൾ ഓഫ് ആക്ടിവിറ്റി ആയിരുന്നു. എല്ലാവരും എന്താണ്? പലതരത്തിലുള്ള ആക്ടിവിറ്റിയും എന്താണ് അങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. ദ ലോൺസ് വെയർ അസ്റ്റോണിഷിംഗ്ലി ഗ്രീൻ. അപ്പോൾ അവിടുത്തെ ലോൺസ്, അതായത് എന്താണ്? പച്ചപ്പുല്ല് വിരിച്ച നമ്മുടെ മുറ്റത്തും അതുപോലെ തന്നെ ഗാർഡനിലും ഒക്കെ ഇങ്ങനെ പച്ചപ്പുല്ല് വിരിക്കാറില്ലേ? ചെറിയ പച്ചപ്പുല്ലുകൾ, അതാണ് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ലോൺ എങ്ങനെയാണ്? അതിശയിപ്പിക്കും വിധം ഗ്രീൻ ആയിരുന്നു. അസ്റ്റോണിഷിംഗ്ലി ഗ്രീൻ. ഈവൻ ദി അറ്റ്മോസ്ഫിയർ ദേ വാസ് കളർഫുൾ ലൈക്ക് ദ ഫ്ലവേഴ്സ്. അവിടുത്തെ ആ അന്തരീക്ഷം പോലും എന്തായിരുന്നു? അവിടുത്തെ ഫ്ലവേഴ്സിനെ പോലെ കളർഫുൾ ആയിരുന്നു. ദ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ അറ്റ് ദി ഈവനിങ് വാസ് സച്ച് വൈബ്രന്റ് എക്സ്പീരിയൻസ്. അതുപോലെ വളരെ അതിശയിപ്പിക്കുന്ന, വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വൈകുന്നേരത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ. മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫൗണ്ടൻസ് ഇല്ലേ? അപ്പോൾ അവിടെയും വാട്ടർ ഫൗണ്ടൻസിന് കൂടാതെ
ലൈറ്റും മ്യൂസിക്കും ഒക്കെ അതിനോട് കൂടെ ചേർത്തിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ വാട്ടർ ഫൗണ്ടൻസിൽ നിന്നിങ്ങനെ എന്താണ് വെള്ളം ഇങ്ങനെ ചിതറിക്കൊണ്ടിരിക്കും, അതിന്റെ കൂടെ തന്നെ ഒരു ലൈറ്റ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ ആ ഷോയിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഓൺ ദി സെക്കൻഡ് ഡേ മോർണിംഗ് വി വെൻ ടു സീ ദ മൈസൂർ സൂ. അപ്പൊ രണ്ടാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ എങ്ങോട്ട് പോയി? മൈസൂർ സൂ കാണാനായിട്ട് പോയി. ഐ ഫൗണ്ട് എ വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ദിയർ. എന്താണ്, ഒരുപാട് വെറൈറ്റി ആനിമൽസിനെയും ബേർഡ്സിനെയും ഞാൻ അവിടെ കണ്ടു. ദ ലയൺ ഐ ഫൗണ്ട് ദിയർ സീം പീസ്ഫുൾ. ഞാൻ അവിടെ കണ്ട ലയൺ എങ്ങനെയാണ്? വളരെ പീസ്ഫുൾ ആണ്, സമാധാനപരമായിട്ടാണ് കണ്ടത്. നൺ ഓഫ് ദി ആനിമൽസ് അപ്പിയർ ഡേഞ്ചറസ്. അവിടെ കണ്ട ഒരു ആനിമലും എന്താണ് ഡേഞ്ചറസ് ആയിട്ട്, അപകടകാരിയായിട്ട് തോന്നിയില്ല. ആഫ്റ്റർ എ ഗുഡ് ലഞ്ച് വി സ്റ്റാർട്ടഡ് അവർ റിട്ടേൺ ജേർണി അറൌണ്ട് 2 PM. നല്ലൊരു ലഞ്ചിന് ശേഷം ഞങ്ങളൊരു 2 PM ഓടെ ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ ഞങ്ങൾ തിരിച്ച് യാത്ര ആരംഭിച്ചു. Though it's been a while now, the memories of the trip are still afresh in my mind. അപ്പോൾ ഈ യാത്ര പോയിട്ട് കുറച്ച് സമയങ്ങളായി, ഇപ്പോൾ കുറച്ചു കാലമായി, എന്നാലും എന്താണ് ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ട് ആ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളത് എൻഡ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ട്രാവൽ റൈറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ പുതുതായിട്ട്.